നമ്മൾ കഴിഞ്ഞ 2024 ഏപ്രിൽ 10 മെയ് 1 തീയതികളിൽ 2 ബാച്ചുകൾ തുടങ്ങിയിരുന്നു. ആ 2 ബാച്ചുകളുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഏപ്രിൽ മെയ് മാസങ്ങളാകുമ്പോൾ അവർ 100 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു വർഷത്തെ അവരുടെ ഒരു ടേൺ കഴിയുകയാണ്. അപ്പം അതേ സമയത്ത് തന്നെ പുതിയതായി കുറേയേറെ ഡോക്ടർമാർ, പ്രത്യേകിച്ച് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേയേറെ പേർ ഒരു ബാച്ച് കൂടി തുടങ്ങണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് നമ്മൾ പുതിയൊരു ബാച്ചിനെ പറ്റി ആലോചിച്ചത്. ഏകദേശം 100 ഡോക്ടർമാരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 72ഓളം പേരാണ് ആൾറെഡി ജോയിൻ ചെയ്തത്. നമ്മൾ ആ 72 പേരെ വെച്ച് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ തുടക്കം എന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ 2023 നടന്ന 2024 അവസാന ദിവസങ്ങളിൽ വന്ന PSC റാങ്ക് ലിസ്റ്റിൽ ഉന്നത വിജയം നേടിയ ആദ്യ റാങ്കുകളിലുള്ള ഡോക്ടർമാരെ ഒന്ന് അഭിനന്ദിക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കുക, ഇല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വളരെയേറെ സന്തോഷത്തോടെയാണ് അവർ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായത്. അവരെല്ലാവരും തന്നെ സക്സസ് കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ധൈര്യമായി വിളിക്കാൻ പറ്റും. അവർ ഒരു മടിയും കൂടാതെ ക്ലാസ്സുകൾ എടുക്കാം, ഇല്ലെങ്കിൽ ക്ലാസ് അല്ല, ഒരു സജഷൻസ്, അവരുടെ നിർദ്ദേശങ്ങൾ, എങ്ങനെ പഠിക്കണം, അവരെങ്ങനെയാണ് അവർ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് അവർ നമ്മളോട് സമ്മതിക്കുകയും കൃത്യം 8:30 തന്നെ അവർ ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നേടിയ ഡോക്ടർ പ്രേം ദീഷ്ണ പ്രീതം കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്തു. ഡോക്ടറെ ഞാൻ പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ അമൃത VM ഡോക്ടറും ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യും. അമൃത ഡോക്ടറെയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 5ാം റാങ്ക് നേടിയ ഡോക്ടർ സഹല VP, സഹല ഡോക്ടറും ജോയിൻ ചെയ്തിട്ടുണ്ട്. കൃത്യം 8:30 തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടറെയും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഏകദേശം 6000-ലധികം ഡോക്ടർമാർ അപ്പിയർ ചെയ്ത ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ PSC എക്സാം. 2022 ഒക്ടോബർ മാസം വിളിച്ച് 2023 ഫെബ്രുവരി 26-ാം തീയതി നടന്നു. അതിനെ തുടർന്ന് ലിസ്റ്റ് വന്നു, ഇന്റർവ്യൂ നടത്തി. അമൃത ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ 6000-ൽ ശിഷ്ടം ഡോക്ടർമാർ അപ്ലൈ ചെയ്ത് 6000-ഓളം പേര് പരീക്ഷ എഴുതിയ ഒരു റാങ്ക് ലിസ്റ്റിൽ വളരെ ചെറിയൊരു റാങ്ക് ലിസ്റ്റാണ്. 126 പേരുടെ ലിസ്റ്റായിരുന്നു വന്നത്. ഇന്റർവ്യൂ നടത്തിയപ്പോൾ 124 പേരാണ് അതിലുള്ളതെന്ന് അറിയുന്നു. അതിൽ ഒരു ഡോക്ടർ അസിസ്റ്റന്റ് സർജനായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോളേജിലേക്ക് കയറുമ്പോൾ 123 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റിലുമൊക്കെ അതിന് ആനുപാതികമായ ഡോക്ടർമാരുണ്ട്. ഏകദേശം 100 മാർക്കിന്റെ എക്സാം ആണ് നടന്നതെങ്കിലും ഏകദേശം 95 മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ കൗണ്ട് ചെയ്തുള്ളൂ. ബാക്കി 5 ക്വസ്റ്റ്യൻസോ മറ്റോ ഡിലീറ്റ് ചെയ്തിരുന്നു. ആ 95 മാർക്കിൽ 63 64 മാർക്കുകൾ വാങ്ങിയാണ് ഈ ആദ്യ റാങ്കിലുള്ള എല്ലാവരും തന്നെ ക്വാളിഫൈ ചെയ്തത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ എക്സാമിനെ സംബന്ധിച്ച് ഒരല്പം ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 60 മാർക്കിന് മുകളിൽ വരുന്ന എല്ലാവരും വലിയ ഒരു അധ്വാനത്തിന്റെ ഫലമായി വരുന്നവരാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്നവരാണ് ഇന്നിപ്പം നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത്. വളരെ ചിട്ടയായിട്ടുള്ള ഒരു പഠനത്തിലൂടെ ആയിരിക്കും തീർച്ചയായിട്ടും അവർ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ 3 പേരും MD, അതായത് ബിരുദാനന്തര ബിരുദം നേടിയവരാണ്. ഡോക്ടർ പ്രേം ദീഷ്ണ പ്രീതം കുറിച്ചി ആതുരാശ്രമം NSS ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് BHMS-ഉം കോട്ടയത്ത് തന്നെ നാഷണൽ ഹോമിയോപ്പതിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്തിൽ നിന്ന്, അതായത് NHRIMH നിന്ന് PG-യും കഴിഞ്ഞ ഡോക്ടറാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ആറളം
ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റലിൽ ഞാൻ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലിയെടുക്കുന്നു. അമൃത വി എം, അമൃത ഡോക്ടർ നമ്മുടെ ഫാക്കൽറ്റി അംഗം കൂടിയാണ്. അമൃത ഡോക്ടർ പടിയാർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ചോറ്റാനിക്കര അല്ലെങ്കിൽ എറണാകുളം പടിയാർ കോളേജിൽ നിന്ന് BHMS-ഉം തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് PG-യും കഴിഞ്ഞതാണ്. ഡോക്ടർ സഹല VP BHMS-ഉം PG-യും കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും കഴിഞ്ഞു. ഡോക്ടർ ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ പ്രോജക്റ്റിൽ നാമിന്റെ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവരെല്ലാവരും തന്നെ നമ്മുടെ സക്സസ് കുടുംബത്തിൽ വളരെ മുമ്പേ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും ഇവരെ ഈ വേദിയിലേക്ക് വിളിക്കുന്നതിന് നമുക്ക് വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഒപ്പം ഈ PSC കോച്ചിങ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു സെഷൻ ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം എനിക്കും പറയുവാനുണ്ട്. ഞാനും 1995 PSC ലിസ്റ്റിലെ ആദ്യ റാങ്കുകാരനാണ്. പക്ഷെ അന്നത്തെ പരീക്ഷയും ഇന്നത്തെ പരീക്ഷയായിട്ട് വളരെയേറെ വ്യത്യാസമുണ്ട്. 95 എന്നൊക്കെ പറയുമ്പോൾ അന്ന് അടിസ്ഥാന യോഗ്യത DHMS ആയിരുന്നു, ഡിപ്ലോമ ആയിരുന്നു. അന്ന് ഏതാണ്ട് 3200 പേരാണ് പരീക്ഷ എഴുതിയത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അതിൽ 10% ഡോക്ടർമാർ പോലും പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടില്ല. കാര്യം അന്നൊരു തമാശയ്ക്ക് പോയി എഴുതുക. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ എൻ്റെ റാങ്കിനൊന്നും വലിയ തിളക്കമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. കാര്യം വളരെ ചുരുക്കം പേരെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തി പോയി എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രത്യേകിച്ച് ഈ DHMS യോഗ്യതയുള്ളവരൊന്നും തന്നെ കാര്യമായിട്ട് അതിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല. BHMS ഞങ്ങൾ തിരുവനന്തപുരം, കോഴിക്കോട്, കുറിച്ചി 3 കോളേജുകളിൽ നിന്നുള്ള ആദ്യത്തെ 3 ബാച്ചുകാരായിരുന്നു അതിൽ എക്സാം എഴുതാനുണ്ടായിരുന്നത്. അതിൽ ഏകദേശം 3 ബാച്ചിലൂടെ ഉള്ളവർ മുഴുവൻ പേരും എഴുതിയിരുന്നു. അന്ന് PG കഴിഞ്ഞിട്ടുള്ള ഡോക്ടർമാർ പുറത്തിറങ്ങിയിട്ടില്ല. PG കോഴ്സ് തുടങ്ങിയെങ്കിലും PG കഴിഞ്ഞ ആരും തന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ അതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. അപ്പൊ അന്നത്തെ നമ്മളുടെ മുമ്പിൽ വന്ന ആർക്കും വലിയ അഭിമാനിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പൊ കഴിഞ്ഞ PSC എക്സാം, അതിനു മുമ്പുള്ള എക്സാമിനും കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ കഴിഞ്ഞ PSC ഇപ്പൊ 2023 നടന്ന പരീക്ഷയെ സംബന്ധിച്ച് എഴുതിയ മുഴുവൻ പേരും 100% പേരും പല സെന്ററുകളിൽ അല്ലെങ്കിൽ പല ISK-യുടെ ആയാലും IHMA-യുടെ ആയാലും PHF-ന്റെ ആയാലും ഒക്കെ കോച്ചിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവരാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ചിട്ടയോടുകൂടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. ഞാൻ തന്നെ സക്സസ് ഗ്രൂപ്പ് തുടങ്ങുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 2022 ജൂലൈ 31 അന്ന് ഞാൻ റിട്ടയർ ചെയ്ത ദിനമാണ്. അന്ന് പരീക്ഷയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഉടനെ ഒന്നും പരീക്ഷ നടക്കുമെന്ന് ആർക്കും ഒരു മുന്നറിയിപ്പും ഇല്ലായിരുന്നു. ഞാനൊരു ഗ്രൂപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 600ഓളം പേര് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്രയേറെ താല്പര്യത്തോടെ അത്രയേറെ പ്രിപ്പറേഷനോടുകൂടി പഠിച്ച് പരീക്ഷ എഴുതിയ ഒരു PSC എക്സാമാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ റാങ്കുകളിൽ വന്നവർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം, സന്തോഷിക്കാം. അവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഇവരെ ഇവിടെ നിങ്ങളോടൊപ്പം അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയതിന് ആദ്യമേ തന്നെ അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞ എക്സാമിന് 1ാം റാങ്ക് നേടി റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ആളായിട്ട് ഉന്നത വിജയം നേടിയ ഡോക്ടർ പ്രേം ദീഷ്ണ പ്രീതത്തെ നിങ്ങളോടൊപ്പം നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിന്, നിങ്ങളെ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് വിശദീകരിക്കുന്നതിന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഡോക്ടർ പ്ലീസ്. താങ്ക് യു സർ. ആദ്യമായിട്ട് ഗുഡ് ഈവനിങ് എവറി വൺ. ഞാൻ അശോക് സാറിനോട് താങ്ക്സ് പറയാണ്. കാരണം നിങ്ങളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. ഇങ്ങനെ സാർ എന്നോട് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആവുമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഞാൻ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആരെങ്കിലും ഒക്കെ അവരുടെ ഒരു ജേർണി നമ്മളുമായിട്ട് ഷെയർ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില ഡോക്ടർമാരൊക്കെ പറയായിരുന്നു അവരെങ്ങനെയാ പ്രിപ്പയർ ചെയ്തത്, അപ്പം ആ സമയത്തുള്ള അവരുടെ ടെൻഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കും അത് ഫേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ധൈര്യം എന്നല്ല, നമുക്കും പറ്റും എന്നുള്ളൊരു തോന്നല് കിട്ടാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് വളരെ ഹാപ്പി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇനി നെക്സ്റ്റ് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ശ്രമിച്ചാൽ ആർക്കും കിട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്ത് നാളെ വെക്കുന്ന ഒരു എക്സാം അല്ല PSC. അപ്പൊ നമ്മൾക്ക് ഇപ്പം തന്നെ അറിയാം നെക്സ്റ്റ് PSC ഏത് വർഷമാണ് വരിക, എപ്പോഴും അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവുക, എക്സാം നടക്കുക എന്നൊക്കെ. അപ്പം ഒരു കൃത്യമായിട്ട് ഒരു ചിട്ടയായ പ്ലാനിങ്ങിൽ പോയാൽ തന്നെ എല്ലാവർക്കും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻസി മാത്രമേ വേണ്ടൂ. നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കണമെന്നില്ല, പക്ഷെ ചെറിയൊരു സമയം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഈ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഞാൻ പറയുന്നതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസോ കൺസേൺസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളത് തന്നെ ഞാൻ പറയാം. അപ്പം ഞാൻ തന്നെ പറയാം. ഞാൻ ഈ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ MD സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് 2022 ഞാൻ 2021 മാർച്ചിലാണ് MDക്ക് ജോയിൻ ചെയ്തത്. അപ്പം 2022 ഡിസംബറിലാണ് ഞങ്ങൾക്ക് ഈ എക്സാമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതും നമ്മൾക്ക് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ 2022 ഡിസംബർ 23 എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ഡേറ്റ്. അന്നാണ് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. അപ്പം ഇത്രയൊക്കെ ഓർമ്മിച്ച് വെക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അതായത് ദിസ് എക്സാം ഇസ് ഫോർ മീ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ഈ എക്സാമിനെ കണ്ടിട്ടുള്ളത്. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ MD ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. എനിക്ക് ഒരു 6 വയസ്സുള്ള മോളുണ്ട്. അപ്പം ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം ഹസ്ബൻഡ് കണ്ണൂര് വീട്ടിൽ തന്നെ, മോള് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കോട്ടയത്താണ്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ എല്ലാ വീക്കെൻഡ്സിലും ഒരു സാറ്റർഡേ 6:30 ട്രെയിനിന് അവിടുന്ന് കയറും, പുലർച്ചെ 3 മണിക്ക് കണ്ണൂരെത്തും. പിന്നെ സൺഡേ ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യും. സൺഡേ രാത്രി തന്നെ 8 മണിയുടെ ട്രെയിനിന് ഞാൻ തിരിച്ചു കോട്ടയത്തേക്ക് പോകും. അങ്ങനെയായിരുന്നു. അപ്പം സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹോളിഡേ ആണ്. അപ്പം ആ സമയത്ത് ഞാൻ ഈ ദിസ് എക്സാം ഇസ് ഫോർ മീ എന്ന് ചിന്തിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു സൺഡേ മാത്രമാണ് ഞാൻ ഫാമിലി ആയിട്ട് കൂടുന്നതും, അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സുമായിട്ട് നമ്മളൊരു PG റൂമിലിരിക്കുമ്പോൾ സ്ഥിരമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം വി ആർ ഓൾവേസ് ഇൻ കോൺടാക്ട് വിത്ത് പീപ്പിൾ. അപ്പൊ സോഷ്യലൈസേഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മളുടെ OP ഷെഡ്യൂൾ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോസ്റ്റൽ റൂമിലേക്ക് പോകുമ്പം അവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. പിന്നെ ഇടയ്ക്ക് ചുമ്മാ ഒരു സിനിമ ഇരുന്ന് കാണുന്നല്ലാതെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ കുറച്ചൊക്കെ വായിക്കും. പക്ഷെ വായിക്കാൻ അത്യാവശ്യം സമയം നമുക്ക് PG റൂമിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പം ആ ബാക്കിയുള്ള സമയം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കിട്ടിയിരിക്കുന്നുള്ളത്. അപ്പം ആദ്യം ഞാൻ ചെയ്തത് ന്യൂ ഇയർ ജാനുവരി 1 തൊട്ട് ഇതിനെന്തായാലും പഠിക്കാനിരിക്കും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ എടുക്കുകയായിരുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാലോ, നമ്മളൊക്കെ അങ്ങനെ വിചാരിച്ചാൽ തന്നെ നമ്മൾ ആരും പഠിക്കില്ല. ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം കഴിഞ്ഞ് നാളെ ആവാന്ന് വിചാരിക്കും. അങ്ങനെ ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പം എന്തായാലും പഠിച്ചേ തീരൂ എന്നുള്ള ഒരു രീതിയിലെത്തി. അപ്പം ഞാൻ 2018 എന്റെ കയ്യിൽ ഒരു IHMAയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, iBasic എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് ഹോസ്റ്റൽ റൂമിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഓടിച്ചു പോവുക ചെയ്തത്. അപ്പൊ ഞാനതിങ്ങനെ ഓരോ പേജ് നോക്കുമ്പോൾ ഒരു IHMA ടെക്സ്റ്റ് ബുക്കിന് എത്ര 860 സംതിങ്ങോ മറ്റേതിന് 1000 അങ്ങനെ എന്തൊക്കെയോ പേജസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതെങ്ങനെ ഓരോ പേജിന് ഇത്ര 6 മാസത്തെ കണക്കിന് എത്ര പേജ് ഒരു ദിവസം ഇരുന്ന് പഠിക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി നമ്മൾ വെച്ചിട്ട് അത് ഫോളോ ചെയ്ത് പോവാൻ ആണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. അപ്പം ഫൈനൽ ഇയറിൽ പഠിക്കുമ്പോഴേ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു. പ്രാക്ടീസ് ഓഫ് മെഡിസിനും മെറ്റീരിയ മെഡിക്ക ആയിരുന്നു എൻ്റെ BHMSലെ ഫേവറേറ്റ് സബ്ജക്ട്സ്. അപ്പൊ മെറ്റീരിയ മെഡിക്ക ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ UG ടൈമിൽ തന്നെ ഞാൻ നാഷും കെൻഡും അങ്ങനെയൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പൊ മെറ്റീരിയ മെഡിക്ക കീനോട്ട് എനിക്ക് ആ സമയത്ത് തന്നെ
ഓൾമോസ്റ്റ് ബൈ ഹാർട്ടാണ്. എൻ്റെ കൂടെ BHMS പഠിച്ച ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. അപ്പം കീനോട്ട് എന്ന് പറഞ്ഞ ഭാഗം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചു. അത് എക്സാമിന് ഒരു 2 വീക്സ് മുന്നേ ഉള്ള ടൈമിൽ ജസ്റ്റ് മറിച്ചു നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ കീനോട്ട് മാറ്റി വെച്ചത്. പിന്നെ ബോറിക് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഞാൻ ഇറ്റാലിക്സ്, അതായത് ഇറ്റാലിക്സിൽ എഴുതിയത് മാത്രമാണ് ഞാൻ വായിച്ചത്. പിന്നെ പോളിക്രിസ്റ്റ് അങ്ങനെ ഒരു 33 റെമഡീസിന്റെ പോളിക്രിസ്റ്റ് ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് ആൻഡ് റെയർ റെമഡീസിന്റെ ഇറ്റാലിക്സ് ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എനിക്ക് ഓൾറെഡി നമ്മളിപ്പം PG സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ വായിക്കാറുണ്ട്. അപ്പം അത് നമുക്കൊരു വലിയ അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഈ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ PSC എക്സാം വരുന്നത്. MD ഫസ്റ്റ് പാർട്ട് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് PSC എക്സാം വരുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ അറിയാലോ നമുക്ക് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ഉണ്ട്, അതിന്റെ ഒരു ഫസ്റ്റ് പോർഷൻ മുഴുവൻ പഠിക്കണം. പിന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പിന്നെ റെപ്പർട്ടറി, ഓർഗനോൺ ഓഫ് മെഡിസിന്, മെറ്റീരിയ മെഡിക്ക. അപ്പം സത്യം പറഞ്ഞാൽ ആ എക്സാം കഴിഞ്ഞിട്ട് PSC വന്നതുകൊണ്ട് തന്നെ ഈ 3 ഹോമിയോപ്പത്തിക് സബ്ജക്ട്സും ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓർഗനോണൊക്കെ നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുന്ന പോലെ ഭയങ്കര ഡീപ്പായിട്ടല്ലല്ലോ PSCക്ക് പഠിക്കുന്നത്. ജസ്റ്റ് എഫോറിസം നമ്പർ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ കുറച്ച് കെന്റ്, ഹ്യൂഗ്സ്, പിന്നെ H.A. റോബർട്സ്, അങ്ങനെ ഉള്ള കുറച്ച് സ്റ്റുവർട്ട് ലൂസ്, അങ്ങനെയുള്ള മെയിൻ ടോപ്പിക്സിൽ മാത്രമാണല്ലോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ആ സമയത്ത് തന്നെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ PM പറഞ്ഞതുപോലെ ഓൾറെഡി വായിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അധികം സമയം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഡേവിഡ്സൺ ഒക്കെ അങ്ങനെ മറിച്ചു നോക്കാറുണ്ടായിരുന്നു MD ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഈ 2 സബ്ജക്ട്സും ഓക്കെ. പിന്നെ ഉള്ളത് ഫാർമസിയാണ്. ഫാർമസി എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് IHMAയുടെ ബേസിക് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സിൻസിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ പഠിച്ച അറിവ് ആ ഒരു എല്ലാത്തിലും ഞാൻ പൊതുവെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ആളാണ്. അപ്പം ഞാനൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഞാനത് തറവാകുന്ന രീതിയിലാണ് പഠിക്കുന്നത്. ഓരോരുത്തരുടെയും ഈ പഠിക്കുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പൊതുവെ BHMSനോ MDക്കോ ഞാൻ അങ്ങനെ പഠിക്കുന്നതിന് പകരം എപ്പോഴും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പിന്നെ ഏത് സമയത്ത് എന്നോട് ചോദിച്ചാലും എഴുതാൻ പാകത്തിന് അങ്ങനെ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് പിന്നെ ഫാർമസി കഴിഞ്ഞു, ഓർഗനോൺ കഴിഞ്ഞു, മെറ്റീരിയ മെഡിക്ക കഴിഞ്ഞു, PM കഴിഞ്ഞു. പിന്നെയുള്ളത് റെപ്പർട്ടറി ആണ്. അപ്പം റെപ്പർട്ടറി നമ്മളുടെ കോളേജിൽ ആതുരാശ്രമത്തില് വി ആർ ബ്ലെസ്ഡ് വിത്ത് സച്ച് ഗുഡ് ടീച്ചേഴ്സ്. അപ്പം ആ സമയത്ത് തന്നെ ഒരുപാട് കെന്റിലൊക്കെ ഓൾമോസ്റ്റ് ഈ PSCക്ക് ചോദിക്കുന്ന എല്ലാ റൂബ്രിക്സും നമ്മൾ ഫൈനൽ ഇയറിൽ തന്നെ പഠിപ്പിച്ചു തരാനും ആളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാ റെപ്പർട്ടറി ഓൾമോസ്റ്റ് നമുക്കൊക്കെ നമ്മളുടെ നോട്ട്സ് വായിച്ചാൽ തന്നെ ഏകദേശം കിട്ടും. മാത്രമല്ല അതുകൂടാണ്ട് ഞാൻ IHMA ബേസിക് ടെക്സ്റ്റ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ് ഒക്കെ അന്ന് പഠിച്ച ജസ്റ്റ് എബ്രപ്ഷ്യോ, പ്ലാസൻറ്റ പ്രീവി അങ്ങനെയുള്ളതൊക്കെ ഞാനൊരു മെയ് എക്സാം ജൂണിലായിരുന്നു. അപ്പോൾ ഒരു മെയ്യിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കി പോയിക്കൊണ്ട് ഇരിക്കുക ചെയ്തത്. പിന്നെ ഫിസിയോളജി ഒക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അനാറ്റമി ഓൾമോസ്റ്റ് ജസ്റ്റ് ഓരോ മസിൽസിന്റെ സിനോണിം, വേറെ പേരുകൾ അങ്ങനെയുള്ളത്, പിന്നെ അതിന്റെ നെർവ് സപ്ലൈ അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞ ഒരു ഏപ്രിൽ പകുതി വരെ, അതായത് ഏപ്രിൽ പകുതി വരെ വളരെ ഉഴപ്പി അതിലിടയ്ക്ക് 2 ടൂറൊക്കെ പോയി അങ്ങനെ പഠിച്ച ഒരാളാണ്. അതായത് നമ്മൾ പറയല്ലോ പൊതുവെ മടിയന്മാരാണ് എന്നുണ്ടെങ്കിൽ അവർ എളുപ്പ വഴി കണ്ടുപിടിക്കും. അപ്പം എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള ആളല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇരിക്കും, എന്നിട്ട് എണീറ്റ് പോകും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ് വരും. അതായത് OP എന്ന് പറയുന്നത് നമ്മൾക്ക് 9 o'clock തൊട്ട് 3:30 വരെയാണ്. എനിക്ക് ആഴ്ചയിൽ ഓരോ ഗൈഡിന്റെ കീഴിലാവുമ്പം ഓരോ OPക്കും ഓരോ തിരക്കായിരിക്കും. അപ്പം കോളേജിൽ എൻ്റെ OP ആയിരുന്നു ഏറ്റവും ഹെക്റ്റിക് ആയിട്ടുള്ള OP. അപ്പം 3:30 വരെയൊക്കെ OP ഉണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള സമയമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞായറാഴ്ച പഠിക്കില്ല, തിങ്കളാഴ്ച പഠിക്കില്ല. കാരണം തിങ്കളാഴ്ച 4 മണിക്ക് എത്തിയാൽ തന്നെ ഞായറാഴ്ചത്തെയും ശനിയാഴ്ചയും ക്ഷീണം കാരണം മുഴുവനായിട്ട് അങ്ങ് ഉറങ്ങും. പിന്നെ ചൊവ്വാഴ്ച ഒരു 4 മണിക്കൂർ പഠിക്കും, ബുധനാഴ്ച ഒരു 7 മണിക്കൂർ പഠിക്കും, പിന്നെ വ്യാഴാഴ്ച ആകെ ഒരു 2-3 മണിക്കൂർ പഠിച്ചാലായി.
തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ ഒരു 2-3, കാരണം OP ഉള്ളതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ടൈം മാറും. അപ്പൊ ഞാൻ ഒരു ആവറേജ് കൂട്ടി നോക്കിയപ്പം ഞാൻ വീക്ക്ലി 20 അവേഴ്സേ പഠിച്ചിട്ടുള്ളൂ. സിൻസിയർ ആയിട്ട് പറയാണ്, ഞാൻ 20 അവേഴ്സേ വീക്ക്ലി പഠിച്ചിട്ടുള്ളൂ. അത് വളരെ കുറവാണ്. എനിക്കറിയാം മറ്റു ടോപ്പേഴ്സ് ഒക്കെ പറയുമ്പോൾ ദിവസം 6-7 മണിക്കൂർ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സിൻസിയർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു 20 അവേഴ്സ് ആണ് ടോട്ടൽ ആയിട്ട് ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചില ആൾക്കാർക്ക് ഉറക്കളിച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം, ചില ആൾക്കാർക്ക് ഉറക്കളിച്ച് പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. എനിക്കൊന്നും ഉറക്കളിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എനിക്ക് തല പൊക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ അതിനൊന്നും പോവാതെ കുറച്ച് സമയം, അതായത് നമ്മളിങ്ങനെ പലരും എന്ത് പറയുന്നു എന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് പോരുത്. നമ്മൾക്ക്, അതായത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും ഹെൽത്ത് ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ആ സ്ട്രാറ്റജി ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കരുത്. ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ പഠിക്കുന്നു, അവർ എത്ര സമയം പഠിക്കുന്നു, അവർ ഉറങ്ങുന്നുണ്ടോ, അവർ ഉറങ്ങുന്നില്ലേ, അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കരുത്. നമ്മൾ കൂളായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാനുള്ള ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ആ സമയത്തുള്ള നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നമ്മൾ എത്ര പഠിച്ചാലും അത് ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വേർഡ്, ഒരു സെന്റൻസ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ, എന്നിട്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വേർഡ് ആയിരിക്കും, അതിൽ നമ്മൾ എടുക്കും. അപ്പം കൂടുതലും മെമ്മറൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്ന പാറ്റേൺസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 2020 തൊട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ, ഓരോ ക്വസ്റ്റ്യനും വായിച്ച് തീർക്കാൻ തന്നെ 1 മിനിറ്റ് വേണ്ടി വരും. അതായത് 1 മിനിറ്റേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പക്ഷെ അത് വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ എന്താന്ന് വെച്ചാൽ ഫാസ്റ്റ് റീഡിങ്. അതായത് ഫാസ്റ്റ് റീഡിങ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ആ ഒരു കൺസെപ്റ്റ് ഗ്രഹിക്കുക. അപ്പം അതിന് നമുക്ക് ഫാസ്റ്റ് റീഡിങ് മാത്രമല്ല, കോൺസെൻട്രേഷൻ വേണം. അപ്പൊ നമ്മൾ ഒരു തവണ വായിക്കുമ്പോൾ തന്നെ നമുക്കത് തലയിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അപ്പം ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഒരുപാട് MCQs പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എൻ്റെ ഇതിലാണ് പറയുന്നത്, പലർക്കും പല രീതിയായിരിക്കും പഠിത്തത്തിനോട്, പക്ഷെ ഞാൻ എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ഞാനൊരു ഏപ്രിൽ 15 വരെ ഉഴപ്പി പഠിച്ച ഒരാളാണ്. പിന്നെ ഒരു ഏപ്രിൽ 15 തൊട്ടിട്ട് ഒരു മെയ് 30 വരെയൊക്കെ നല്ല കട്ടക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. മണിക്കൂറുകളൊന്നും കൂട്ടിയിട്ടില്ല, പക്ഷെ നമ്മൾ അതിലേക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആവുക എന്ന് പറയില്ലേ, അതായത് ഉറങ്ങാൻ കിടക്കുമ്പോഴും നാളെ പഠിക്കണമല്ലോ, നാളെ എന്ത് പഠിക്കണം, അങ്ങനെ ചിന്തിച്ച് ഉറങ്ങുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും പോലും ഫോണിൽ ഏതെങ്കിലും MCQs നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ടെലിഗ്രാം ക്വിസസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഒരു 2018 PSCയുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു BHMS ഒക്കെ ദൂരെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു കൊല്ലം വീട്ടിലിരുന്ന് നല്ല എൻജോയ് ചെയ്യാന്നുള്ള രീതിയായിരിക്കും. അപ്പൊ ഞങ്ങൾ പഠിച്ചിട്ടൊരു നമ്മൾ കഴിഞ്ഞിട്ടൊരു 8 months ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ എക്സാം വന്നത്. അപ്പൊ അന്നൊന്നും നമ്മൾക്ക് ജോലി വേണം എന്നുള്ളൊരു തോന്നൽ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്ന ആൾക്കാർ ഉണ്ടാവും, പക്ഷെ എനിക്കൊക്കെ ഒരു വളരെ എൻ്റെ കല്യാണം ഹൗസ് സർജൻസിയുടെ ടൈമിൽ കഴിഞ്ഞതാണ്. അപ്പം ആ സമയത്തൊക്കെ നമ്മൾക്ക് അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ല, കാരണം ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ നോക്കും, നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്. അപ്പം നമ്മൾ ചുമ്മാ ഇരുന്ന് എന്താ പറയാ, വെറുതെ ഇരുന്ന് സമയം കളയുക, എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു 2018 എൻ്റെ PSCയുടെ എക്സാമിന്റെ ഒരു 3 daysന് ശേഷമായിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ PSC എക്സാം 26 ജൂൺ 26, 2018. അപ്പം ആ MD എക്സാം എന്ന് പറയുന്നത് അതിന് 2 ദിവസം മുന്നേ 24th അപ്പൊ ഞാൻ ഇത്തിരി ആലോചിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് അന്ന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് സിവിയർ ആയിട്ടുള്ള പ്ലാസന്റ പ്രീവി ഉള്ളത് കൊണ്ട് എന്നോട് നിർബന്ധമായിട്ടും ട്രാവൽ ചെയ്യരുത്. ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പം എറണാകുളത്തായിരുന്നു ഞങ്ങൾക്ക് എക്സാം സെന്റർ കിട്ടിയത്. അപ്പം നമ്മളോട് അവിടെ പോയി ട്രാവൽ ചെയ്തിട്ട് എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ നമ്മൾക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ആ റിസ്ക് എടുക്കാൻ നിൽക്കില്ലല്ലോ. അപ്പം നമ്മൾ ഓക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ എം ഡിയുടെ ആൻസർ കീ ഒക്കെ വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കാണ്ട് വെറുതെ എഴുതി നോക്കുമ്പോഴാണ് കാണുന്നത് 60 മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ 60 മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ എം ഡിക്ക് കയറായിരുന്നു. അപ്പൊ നമ്മൾക്കൊരു വല്ലാത്തൊരു എന്താ പറയാ, അയ്യോ ഈ ഒരു അവസരം കളഞ്ഞല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ PSC എഴുതി അന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നു. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പം നമുക്കൊരു കാര്യം വേണം എന്നല്ലല്ലോ. ഇപ്പൊ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ പ്രൂവ് ചെയ്യും. അതായത് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇന്ന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ കിട്ടും, കിട്ടുകയാണല്ലോ, അങ്ങനെ ഒരു ലോജിക്കിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ 2018 PSC കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എം ഡിക്ക് പ്രിപ്പയർ ചെയ്തു. അപ്പം 2020 എം ഡി എനിക്ക് കിട്ടി. അപ്പം ഒരു 2 ഇയേഴ്സ് ഇന്റർവെല്ലിൽ തന്നെ ഞാൻ PSCക്കും എം ഡിക്കും വേണ്ടി പഠിച്ചു. അപ്പം ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. കുറച്ച് MCQs വർക്ക്ഔട്ട് ചെയ്യുന്നു, പോയിന്റ്സ് പഠിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതായി. പിന്നെ എം ഡിന്റെ കൂടെ ആ എം ഡി ഫസ്റ്റ് പാർട്ട് എക്സാം പിന്നെ ആണ് ഈ PSC വരുന്നത്. അതിലിടക്ക് ഞാൻ UPSCയുടെ 2020 റിട്ടേൺ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനും വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ PSCയിലേക്ക് വരുന്നത്. അപ്പം ഈ എം ഡിക്ക് കയറി അന്ന് തൊട്ട് ഞാൻ ഈ ടെലിഗ്രാം ക്വിസസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ടെലിഗ്രാം ക്വിസസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അതൊരു 1 മിനിറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 1 മിനിറ്റിനുള്ളിൽ നമ്മൾ 1 മിനിറ്റ് അല്ല, ചിലതൊക്കെ 30 സെക്കൻഡ്സിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആ പെട്ടെന്ന് നമ്മൾ അങ്ങ് വായിച്ചിട്ട് നമ്മളതിങ്ങനെ ക്ലിക്ക് ചെയ്യായി. അപ്പം ഞാനത് ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നത്. കാരണം എനിക്കത് ക്ലിക്ക് ചെയ്യുമ്പം അതിങ്ങനെ പോപ്പ് ചെയ്ത് കുറെ കളറൊക്കെ വരുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു റിവാർഡിങ് ഇഷ്ടമാണല്ലോ. അപ്പം എനിക്കതൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് അത് വരുന്നതാണ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചുമ്മാ 5 മണിക്ക് ഹോസ്റ്റലിലെത്തി അങ്ങനെ നമ്മൾ റിലാക്സ് ആയി കിടക്കുമ്പോഴൊക്കെ ഞാനിതിങ്ങനെ വെറുതെ കുത്തി കുത്തി കളിക്കും. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്നാണ് വായിക്കുന്നത്, എന്നിട്ട് നമ്മൾ കുത്തുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ ടേക്കിംഗ് എബിലിറ്റി എനിക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള ക്വിസസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ബട്ട് അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ 1 ബൈ 1 ആയിട്ട് ഓരോ എക്സാംസും ക്രാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു എന്താ പറയാ, ആ സബ്ജക്ട്സിലുള്ള ഒരു എന്താ പറയാ, ഒരു ഗ്രിപ്പ് വന്നു. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ മെയ് 31 ഞാൻ എല്ലാ ബുക്കും അടച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ജൂൺ 1 തൊട്ട് ഞാൻ ആകെ ചെയ്തത് ഈ MCQs വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അത് പിന്നെ ഞാൻ എല്ലാ മോക്ക് ടെസ്റ്റിനും, അതായത് മെയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ IHK റേസിന്റെ മോക്ക് ടെസ്റ്റിന് ജോയിൻ ചെയ്തു. പിന്നെ IHMAന്റെ മോക്ക് ടെസ്റ്റ് 3, അത് ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. 3 മോക്ക് ടെസ്റ്റിനും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഹോമിയോപീഡിയന്റെ മോക്ക് ടെസ്റ്റിന് കയറി. അങ്ങനെ ഞാൻ ആ ഒരു മെയ് ലാസ്റ്റ് തൊട്ടിട്ട് ജൂൺ എക്സാം വരെ എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നിട്ടില്ല. അതായത് വെറുതെ ഇങ്ങനെ മെമ്മറൈസ് ചെയ്യാനുള്ള ഇപ്പൊ ഈ ഡേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ഇയർ, റെപ്പർട്ടറിന്റെ ഇയർ, അതൊക്കെ നോക്കാൻ ബുക്ക് തുറന്നു എന്നല്ലാതെ വേറെ ഒന്നിനും ഞാൻ തുറന്നിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കും. അപ്പൊ ഇങ്ങനെ പല PDF ഒക്കെ നമുക്ക് ടെലിഗ്രാമിൽ കിട്ടാറുണ്ടായിരുന്നു. ഈ ടേണിംഗ് പോയിന്റിന്റെയും, എനിക്കിപ്പോ അതിന്റെ ഒന്നും പേര് ഓർമ്മയില്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഒക്കെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് കുറെ MCQs ഉണ്ടാവും. അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചെയ്യും. അപ്പം അപ്പം നമ്മളിങ്ങനെ ചെയ്ത് നോക്കാണ്ടാണ് ചെയ്യുക. പിന്നെ ആൻസർ കറക്റ്റ് ചെയ്യുമ്പോൾ ഇത് കുറെയൊക്കെ ശരിയായി കാണുമ്പോൾ നമുക്ക് തോന്നും, ആ ഇത് കറക്റ്റ് ആണല്ലോ, അപ്പം പ്രിപ്പയർ ചെയ്യുന്ന രീതി ശരിയാണ് എന്നൊക്കെ തോന്നും. അപ്പൊ പിന്നെ ഞാൻ ഈ അറ്റൻഡ് ചെയ്ത എല്ലാ മോക്ക് ടെസ്റ്റിലും ഞാനായിരുന്നു ടോപ്പർ. അപ്പം ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ബൂസ്റ്റ് ആവും. അല്ലാതെ നമ്മൾ വെറും ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് നേരെ ആദ്യം തന്നെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ആ സമയത്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവൂല. ഇനി ഇപ്പം നമുക്ക് എപ്പോഴും MCQസിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ 4 എണ്ണത്തിൽ 2 എണ്ണം നമുക്ക് ഉറപ്പായിരിക്കും. അതില് 2 എണ്ണത്തിന്ന് കണ്ടുപിടിക്കാനായിരിക്കും ബുദ്ധിമുട്ട്. അപ്പൊ ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും തെറ്റിക്കും. അപ്പം ഒരു കൂൾ മൈൻഡ്, അതായത് നമ്മൾ ഒരിക്കലും ഈ PSC കിട്ടിയിട്ടില്ലെങ്കിൽ തീർന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എക്സാം ഇനിയും വരും, ഒരുപാട് ജോലി സാധ്യതകൾ വേറെയുണ്ട്, പ്രൈവറ്റ് പ്രാക്ടീസിന് നല്ല സ്കോപ്പ് ഉണ്ട്. നമ്മൾക്ക് ഒരു ഫീൽഡിൽ നമുക്ക് അതിനോട് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം എല്ലാറ്റിനെയും നമ്മൾക്കൊന്ന് കൈവച്ച് നോക്കാം, അവിടെ നമ്മൾ 100% കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം. നമ്മുടെ കയ്യിലില്ലാത്തതിനെ പറ്റി നമ്മൾ വെറീഡ് ആവേണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ആറ്റിറ്റ്യൂഡും കൂടെ എൻ്റെ ഈ എക്സാം അല്ല, പൊതുവെ ഞാൻ എഴുതിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
അപ്പം മോക്ക് ടെസ്റ്റും ഈ MCQ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുമാണ് എനിക്ക് പറയാനുള്ളത്. പഠിത്തം മാത്രമല്ല, ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് പിന്നെ ഞാൻ എക്സാമിന് 1 വീക്ക് തൊട്ട് 1 വീക്ക് മുന്നേ ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോയി. അതായത് ജൂൺ 19 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ അന്ന് തിങ്കളാഴ്ച ആയിരുന്നു ബർത്ത്ഡേ. അപ്പം ഞാൻ ശനിയാഴ്ച വൈകിട്ട് വീട്ടിലോട്ടേക്ക് സ്കൂട്ടായി. അപ്പം ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഞാൻ ബുക്കൊന്നും തുറന്നില്ല. ഈ ഹോമിയോപീഡിയയിലൊക്കെ അന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫോണിൽ ഇങ്ങനെ വെറുതെ കുത്തി കളിക്കും. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, നന്നായിട്ട് ഉറങ്ങും. എനിക്കൊക്കെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എക്സാമിന് രാവിലെ പോയി എക്സാം എഴുതുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഒരു കൂൾ മൈൻഡോടെ സമീപിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും തീരുന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമൊക്കെ നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് എക്സാം ചെയ്ത് നമുക്കൊരു വാശി ഉണ്ടാവുമല്ലോ, ഈ എക്സാം തന്നെ കിട്ടണം, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണം. അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾക്ക് ഒരു ഹിൻഡ്രൻസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ ഭയങ്കര ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് എല്ലാത്തിനെയും സമീപിച്ചാലാണ് കാര്യങ്ങൾ ശരിയാവുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറെ മറ്റ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പാത്തലോജി ഒക്കെ മറ്റേ കുഞ്ഞു ബുക്കില്ലേ, അതിൻ്റെ ഒരു പോക്കറ്റ് ബുക്കില്ലേ, അതിലൊക്കെ കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ വേറെ ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. PHFന് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് അങ്ങനെ എനിക്ക് ഞാൻ തന്നെ പഠിക്കുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ എല്ലാ ദിവസവും അവർക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു 8 o'clock. അപ്പൊ അതിൻ്റെ അകത്ത് അവരൊരു 20-25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അതൊരു പാക്കേജ് ആയിരുന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഞാൻ എപ്പോഴും അറ്റൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ അറ്റൻഡ് ചെയ്ത് നമ്മളിങ്ങനെ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് താഴോട്ടായിരിക്കും, പിന്നെ 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 കയറി പോകുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് ലെവലും ബൂസ്റ്റ് ചെയ്യും. അപ്പം അതൊക്കെ നമ്മൾക്ക് ഈ MCQല് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാനുള്ളത്, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് MD ആണെങ്കിലും PSC ആണെങ്കിലും എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവും ഒരു 4 വരി. പിന്നെ ചിലപ്പോൾ എസംഷൻ ആയിരിക്കും, റീസണിങ് ആയിരിക്കും, പിന്നെ ഓപ്ഷൻസ് തന്നെ ഉണ്ടാവും ചിലപ്പോൾ ഒരു 2 വരി. അപ്പൊ നമ്മൾ അത് വായിച്ചെടുക്കുമ്പോൾ തന്നെ 1 മിനിറ്റ് പോകും. പിന്നെ നമ്മൾ ഒന്നും കൂടെ വായിച്ച് തിരിഞ്ഞ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളൊരു ടൈം ഫ്രെയിമിൽ ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം എഴുതാൻ നോക്കുക. അവിടെയൊക്കെയാണ് ഈ ടെലിഗ്രാം ക്വിസിലെ 30 സെക്കൻഡും 1 മിനിറ്റും ഒക്കെ നമുക്ക് ഗുണം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ സ്ട്രാറ്റജീസ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ പ്രേംദീഷ്ണ പ്രീതം. താങ്ക് യു. വളരെ വിശദമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഉറപ്പായിട്ടും ഈ പറഞ്ഞത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒന്നാമത് വേണ്ടത് കോൺഫിഡൻസ് തന്നെയാണ്. കോൺഫിഡൻസ് വേണം, ഒരു ആവശ്യകതാ ബോധം, ഈ എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും എന്നുള്ള ഒരു ബോധം ഉണ്ടാകണം. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞതുപോലെ ന്യൂ ഇയർ ആകുമ്പം ഒരു റെസൊല്യൂഷൻ എടുത്ത് ഞാൻ ഈ വർഷം പാസ്സാകും എന്നൊക്കെ എടുത്തിട്ട് ആദ്യത്തെ 10 ദിവസം പഠിക്കുക, പിന്നെ പതുക്കെ അതിൽ നിന്ന് പുറകോട്ട് പോവുക എന്നുള്ളത് ദോഷം ചെയ്യും. ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച PDF-കളും ഇല്ലെങ്കിൽ MCQസും ഒക്കെ ടേണിംഗ് പോയിന്റിൻ്റെ കാര്യം പറഞ്ഞു. വേറെ കൈസൺ എന്ന് പറയുന്ന ഒരു MCQ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്, ഷെയർ ചെയ്തിട്ടുണ്ട്. റോക്ക് സ്റ്റാർ പാണ്ഡ്യ ഉണ്ട്. സക്സസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. അവരുടെ നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേറെ അതുപോലെ ഒരു 10ഓളം MCQസും PDF നോട്ട്സും ഉള്ള ഇതെല്ലാം നമ്മളുടെ ടെലഗ്രാം ചാനലിൽ, ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലിലുണ്ട്. നമ്മളുടെ തന്നെ സക്സസിൻ്റെ തന്നെ ടെലഗ്രാം MCQs ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോമിയോപീഡിയയുടെയും ഹോമിയോ മന്ത്രയുടെയും ഒക്കെ MCQs നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്കത് ആ രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ വർഷത്തെ 3ാം റാങ്ക് കിട്ടിയ ഡോക്ടർ അമൃത VM, അമൃത ഡോക്ടറെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അമൃത ഡോക്ടർ